ജെസ്സിക്ക് കേറിക്കോട്ടെ. ആടാ നീ കേറിക്കോ. എടി നീ ലീഡർ ആയതിനു ശേഷം നമ്മുടെ ക്ലാസ് അടിപൊളിയായിപ്പോ. ആണോ? താങ്ക് യു. എടി ആര്യ മെഹർ ഒന്നും വന്നില്ലേ? മെഹർ ഇന്ന് വരത്തില്ലെന്ന് പറഞ്ഞ് ആര്യ വരും. പിന്നെ മിസ് ഇന്നില്ല. അപ്പോൾ ഫസ്റ്റ് പീരീഡ് ഇല്ല. സെക്കൻഡ് പീരീഡ് ഇന്നെന്തോ സ്റ്റാഫ് മീറ്റിംഗ് എന്തോ സംഭവം ഉണ്ട്. അതാണ് ഇന്ന് ക്ലാസ് ഉച്ചയ്ക്ക് ഇടുമെന്ന് പറഞ്ഞു. അപ്പോൾ പേരെഴുതാൻ പറഞ്ഞോ? എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നിന്റെ പേര് ഞാൻ എഴുതി വെക്കുവേ. അതിന് ഞാൻ ലീഡറിൻ്റെ അടുത്തല്ലേ സംസാരിക്കുന്നേ. എന്നാലും ഞാൻ എഴുതും. എഴുതല്ലേടി പ്ലീസ്. ഞാൻ എഴുതാൻ പോന്ന് അലക്സ്. അതിന് നീ എഴുതിയില്ലല്ലോ, നീ എന്നെ പറ്റിച്ചല്ലേ. എന്തായാലും ഞാൻ പേരെഴുതാൻ പോകുന്നില്ല. എന്നാൽ എൻ്റെ പേര് തന്നെ കുറേ എഴുതേണ്ടി വരും. ശരി. ടീച്ചർ ആണെന്നുണ്ടെങ്കിൽ ടീച്ചറിൻ്റെ കസേര കയറി ഇരുന്നെന്ന് പറഞ്ഞ് അഴുക്കും അറിയോ? എടാ ഞാൻ ഇവിടെ നിൽക്കുക. എടി ജെസ്സിക്ക് ഞാൻ കേറിക്കോട്ടെ? ആടി വാ. എന്താ മോളെ ഇന്നൊരു ലീഡർ സ്ഥാനമൊക്കെ ഏറ്റെടുത്ത്? അത് ഞാൻ ചോദിക്കുമായിരുന്നെടി. എന്തോ സ്റ്റാഫ് മീറ്റിംഗ് എങ്ങാണ്ടുണ്ടെന്നാള് പറയുന്നു. ആടി സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ട്, അത് കാരണം. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് സ്കൂൾ വിടും. അത് നിനക്ക് എങ്ങനെ മനസ്സിലായി? സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ടെങ്കിൽ പിന്നെ എന്തായാലും ഉച്ചയ്ക്ക് സ്കൂൾ വിടുമല്ലോ. ഓ അങ്ങനെ. എന്താ അലക്സ് ഇങ്ങനെ നിൽക്കുന്നേ? ഒന്നുമില്ലടി. എടി അവൻ്റെ പേര് ഞാൻ എഴുതുമെന്ന് പറഞ്ഞ്. അപ്പം ഇവൻ ഭയങ്കര ഇതായിരുന്നു എടി ഇവിടെ കിടന്ന്. എന്നിട്ട് പിന്നെ ഞാൻ എഴുതില്ല എന്ന് കണ്ടപ്പോഴേക്കും ആന്ന് പറഞ്ഞിരിക്കുക. ഓ അങ്ങനെയല്ലേ കാര്യങ്ങള്. എടി എന്നെ മിസ് വിളിക്കുന്നേ, ഞാൻ അങ്ങോട്ടൊന്ന് പോയിട്ട് വരാവേ. നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കണേ. എന്തിനായിരിക്കും ആളെ മിസ് വിളിച്ചു കാണുന്നേ? ഞാൻ നിന്നെപ്പോലെ ഇവിടെ അല്ലേ നിൽക്കുന്നത്, എനിക്കറിഞ്ഞൂടാ. മക്കളെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. ഇന്ന് വൈകിട്ട് വരെ സ്റ്റാഫ് മീറ്റിംഗ്. അപ്പോൾ ഉച്ചവരെ കണ്ട വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. എന്നാ വാടി നമുക്ക് പോവാം. ജെസ്സിക്ക് ഞാൻ പോവാണേ. ആടാ അലക്സ് നീ പൊക്കോ. ശരി ബൈ. ബൈ ബൈ. പൊക്കോ. അവൻ പോയി, ഇനി നമുക്ക് രണ്ടുപേർക്കും പോവാം. ആടി ശരിയാ പോവാം. എന്നാ വാ. നീ നടക്ക്. ഞാൻ പോവാണേ, വരണേ. ആടി ശരി.